എങ്ങനെ എങ്ങനെ നഗുമോ പാടി നന്ദയും ദിശയും കൂടെ അവർക്ക് ഗോൾഡൻ സ്റ്റാർ ഒക്കെ കിട്ടി. അപ്പൊ അതിനകത്ത് ഒരു ഇതിനകത്ത് നന്ദന്റെ മുടി ഫ്രണ്ടിക്കും ഒരെണ്ണത്തിലേക്ക് ബാക്കിലേക്ക് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഷൂട്ട് കാണാൻ വന്നാലേ എന്താണ് അവിടെ നടക്കുന്നുള്ളതെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. ഒറ്റ പ്രാവശ്യമേ പാടുന്നുള്ളൂ. ആ ഒരു പ്രാവശ്യം പാടുന്നതിനനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. പിന്നെ വിഷ്വൽ കുറച്ചും കൂടി ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജിംബൽ ഷോട്ട് ആഡ് ചെയ്യുന്നത്. ആ സമയത്ത് വരുന്ന ചെറിയ മിസ്റ്റേക്സ് ആണിത്. ഒരുപാട് പ്രാവശ്യം പാടി നല്ലത് മാത്രമാണ് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവം അല്ല അവിടെ നടക്കുന്നത്. ചിത്രാമ്മ എന്നുള്ളത് ഒരു വിഗ്രഹം പോലെ ഇങ്ങനെ കാണുന്ന ഒരാളാണ്. പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാൾ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. ഹായ് ബൽറാം, പാട്ട് നന്നായിരുന്നു, എൻ്റെ പേരൊക്കെ വിളിച്ചു പറയുന്നു. അത് ഒരു അടിപൊളി വൈബായിരുന്നു. മോനെ കഴിക്കുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിച്ചില്ലേ, ചിക്കൻ കഴിക്കുന്നത് നല്ലതാണ്, പക്ഷെ കുറച്ച് കഴിച്ചാൽ മതി. ഭയങ്കര കെയറിങ് ആയിട്ട് ഒരാൾ, അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് നമ്മളോട് അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഒരു അമ്മ എന്നുള്ള ഒരു സ്നേഹമാണ് അന്ന്. ഞാൻ കണ്ടിട്ടുള്ള പാട്ടുകാർ എപ്പോഴും ഭയങ്കര ശാന്തശീലരായിരിക്കും. അത് എന്താന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു രണ്ട് മുഖം ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് തണുത്ത വെള്ളം കുടിക്കരുത് എന്ന് പറയുമ്പോൾ ശരി, തണുത്ത വെള്ളം നിർത്തിയേക്കാം, കുടിക്കുന്നത് നിർത്തിയേക്കാം. ഇത് കുടിക്കുന്നത് നിർത്തുമ്പോൾ എനിക്ക് എന്തോ പോലെ സത്യം പറയാം. പാടുമ്പോഴൊക്കെ ഒരു വയസ്സായ ഒരു അമ്മൂമ്മ വന്നിട്ട് കരഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമേ എന്താ പറ്റിയെന്ന് വിചാരിച്ചു. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് മോനെ എന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. പിന്നെ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ പാട്ടൊക്കെ കുറേ കേൾക്കാറുണ്ട്, ഞാനിങ്ങനെ പാട്ട് കേട്ട് എപ്പോഴും കരയും. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കവിളിൽ തായോ. മതി കവിളിൽ തന്നാൽ മതി. മണം കരളില്ലാ തരണ്ടേ, കവിളിലല്ലേ, എന്നാ എവിടെങ്കിലൊക്കെ കൊടുക്ക്. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ. മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. ഹായ് ഹായ് നമസ്കാരം. എന്തിനാ അത്യാവശ്യമായിട്ട് വിളിപ്പിച്ചേ? സീരിയസാ. അതായത് ഞാൻ അവിടെ കയറിട്ട് അധികം നാളായില്ലല്ലോ. ഇപ്പോഴാണ് ഓണപ്പരിപാടി വരുന്നത്. ഓണപ്പരിപാടിക്ക് എനിക്കൊരു പാട്ട് പാടണം. എനിക്കൊരു പാട്ട് പഠിപ്പിച്ചാ. ഞാൻ പഠിപ്പിച്ചു തരണോ ഇനി? ആ പിന്നെ അതിനാണ് നിന്നെ വിളിച്ചത്. അതിനാണ് വിളിപ്പിച്ചേ? ആ ചേട്ടൻ എന്താന്ന് ഓർത്തെ? ഓണപ്പാട്ട് പഠിപ്പിക്കണം. ഓണം പ്രോഗ്രാമിന് പാടിയ ഓണപ്പാട്ട് വേണ്ട. അത് ശരി. എടാ ഒരുപാട് മറ്റേ സംഗതി ഒന്നും പറ്റില്ല, ഒരു സിമ്പിൾ പാട്ട്. ടാസ്ക് ആണല്ലോ ഒരാളെ പാട്ട് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ. കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. നീ പാടുന്നതിന് എന്തെത്ര പ്രൊസീജിയർ ഉണ്ട് അതിന്? ദക്ഷിണ ഉണ്ടാ? ഞാൻ ആദ്യമായിട്ട് ഒരാളെ പഠിപ്പിക്കുന്നത്, അപ്പൊ ദക്ഷിണ നന്നായിട്ടൊക്കെ പഠിക്കണേ. നന്നായി വരും, ഞാനും എൻ്റെ കുടുംബവും. എടാ സിമ്പിൾ പാട്ട് ഇട്ടാ. ബൽറാം പഠിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു പാട്ട് ഏതാ? നമുക്ക് മറന്നിട്ടും എന്തിനുള്ള പാട്ട് പഠിക്കും. മറന്നിട്ടും എന്തിനോ, അതല്ലേ അറിയുന്നോട്ടല്ലേ? ആ അതായാലോ? അത് അത് എളുപ്പമാണോ പഠിക്കാൻ? എളുപ്പാ, പക്ഷെ വൃത്തിയാണാവരുത്. അതില്ല. ഞാൻ പറയാം, എനിക്ക് മറ്റേ പാട്ട് പഠിച്ചാൽ മതി. പൂവേ പൂവേ പാലപ്പൂവേ. അതാണോ വേണ്ടേ? അതാ പഠിക്കാം. ശരി, അതെങ്കിൽ അത് തനിക്ക് അറിയാവുന്ന പാട്ടല്ലേ? എന്നാ വെറുതെ ഒന്ന് പാടി നോക്കി. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കവിളിൽ തായോ. മതി കവിളിൽ തന്നാ മതി. മണം കരളില്ലാ തരണ്ടേ. കവിളിലല്ലേ? കരളിലല്ലേ? കവിളിലാണ്. എന്നാ എവിടെങ്കിലൊക്കെ കൊടുക്ക്. അല്ല, പൂവേ പൂവേ പാലപ്പൂവേ, അങ്ങനെ അത് വരണം. പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ. മണമിത്തിരി കരളിൽ തായോ. മണമിത്തിരി കരളിൽ തായോ. ആഹാ. മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. അത് ശരി. അല്ല, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. കൊള്ളാം, ഇത് പാടിയാ മതി. അല്ലേ? സെറ്റല്ലേ? ആ പാട്ടൊക്കെ അവിടെ കിട്ടും. എന്നെ കണ്ട് കുറെ നാളായി. ബൈ ദ വേ, ഞാനിവിടെ ഒരു ഷോ തുടങ്ങിട്ടോ. കൊള്ളാം, നല്ല മോളിവുഡ് മിക്സ് വിത്ത് മീനാക്ഷി. നിനക്കൊരു ഒഫീഷ്യൽ വെൽക്കം. അപ്പം എങ്ങനെ പോണു പറ പരിപാടികളൊക്കെ? അടിപൊളി, ഉഷാറല്ലേ? നമ്മുടെ ഷോ കാണാറില്ല. പിന്നെ
ഈ റീസെന്റ് ആയിട്ട് ദിശയുടെ കൂടെ പാടിയ പാട്ട് വാസ് സോ നൈസ്. താങ്ക് യു. രജനി സാറിന്റെ പാട്ട്, അതെ അതെ അതെ. മിൻസാരൊക്കെ അല്ലേ? എങ്ങനെ പഠിക്കണടാ ഇത്രയും പാട്ടുകളൊക്കെ? ദിശയുടെ കൂടെ ഒക്കെ പിടിച്ചിട്ടുണ്ടേ. ആ പോരത്തിന് നിങ്ങളിപ്പോ കട്ടക്കാണ് എല്ലാരും നിന്നിട്ട് കോമ്പറ്റീഷൻ ചെയ്യുന്നത് അല്ലേ? ടെൻഷനാ അവിടെ പാടുമ്പോ. ഒരു പാട്ട് പഠിക്കാൻ ആക്ച്വലി എത്ര ദിവസം എടുക്കും? അങ്ങനെ അത് നമ്മുടെ ആ പാട്ടിന് ഇഷ്ടപ്പെടുന്ന പോലെ ഇരിക്കും. ആ പാട്ട് കംപ്ലീറ്റ് ആണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ദിവസമൊക്കെ മതി പഠിക്കാൻ. ആണല്ലേ? പിന്നെ ഈ പാട്ട് ഒരു ദിവസം കൊണ്ട് പഠിച്ച പാട്ടാ? ഈ പാട്ട് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു കുറച്ചൊക്കെ. പക്ഷേ എല്ലാ സ്റ്റേജ് ഷോസിനൊക്കെ പാടാറുള്ള പാട്ട് തന്നെയാണ്. പക്ഷെ ഇവിടെ പാടുമ്പോൾ അങ്ങനെ പാടി പോരല്ലോ. അപ്പോൾ ഈ മൈന്യൂട്ട്സ് ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് കുറെ സമയം എടുത്തു. എന്തായാലും ഒരു 1-2 ദിവസം കംപ്ലീറ്റ് ആയിട്ട് എടുത്തു കാണും. ഞാൻ ആ ഹരിസാറ് പറയണ കേട്ടു, കോമ്പറ്റീഷൻ സ്പിരിറ്റിൽ ഈ പാട്ട് പാടിയതിന് നിങ്ങൾക്ക് എണീറ്റ് നിന്ന് എല്ലാരും കൈയൊക്കെ അടിച്ചു അല്ലേ? അതെ. ആ മറ്റേ ഗോൾഡൻ സ്റ്റാർ കിട്ടുമ്പോഴല്ലേ പ്ലാറ്റ്ഫോം ഇങ്ങനെ പൊങ്ങി പോയിട്ട് ഒരു ഇത്. എത്ര തവണ കിട്ടിയിട്ടുണ്ടത് നിങ്ങക്ക്? എനിക്കിപ്പോ 12 തവണ കിട്ടിയാ? ലൈക് ഷോ തുടങ്ങിയിട്ടാണ്. സ്റ്റിൽ വാട്ട് ഈസ് ദി എക്സാക്ട് ഫീലിംഗ് അങ്ങനെ ആ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ പൊങ്ങി പോകും? അത് ചിത്രാമ്മ ഇങ്ങനെ ചെയ്യുമ്പോഴല്ലേ? ഒരു ഗോൾഡൻ ബസർ ഉണ്ട്, അത് അടിക്കുമ്പോഴാണ്. വാട്ട് ഈസ് ദ ഫീലിംഗ് നിങ്ങൾക്ക് ആ ഒരു? അയ്യോ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അത് മാത്രമല്ല നമ്മുടെ ഹാർഡ് വർക്കിനനുസരിച്ചുള്ളൊരു അത് കിട്ടുമ്പോൾ ഉള്ളൊരു ഒരു കിന്നാരത്തുമ്പി ഉണ്ടാവല്ലോ. അത് വരുന്നല്ലേ? അല്ല ബൽറൂനെ ആക്ച്വലി അറിയാൻ പറ്റുമോ? അതായത് ഒരു പാട്ടിൽ നിങ്ങൾ അത് ഇന്ന പാട്ടിനെ ഇത് ക്ലാസിക്കല് പാടിയാലേ ഇത് കിട്ടുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഇല്ല, അങ്ങനെയില്ല. ഏത് സോങ് പെർഫെക്റ്റ് ആയിട്ട് പാടിയാലും കിട്ടും. തീരെ പ്രതീക്ഷിക്കാതെ കിട്ടിയത് ഏതിനായിരുന്നു? തീരെ പ്രതീക്ഷിക്കാതെ എന്നുള്ളൊരു സംഭവം ഇല്ല. കാരണം നമ്മൾ പാടുമ്പോൾ നമുക്ക് അറിയാം ഇത് എത്രത്തോളം നമ്മളത് ഒരു 100% ഓക്കെ ആയിട്ട് നമ്മൾ പാടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പാടുമ്പോൾ തന്നെ. എല്ലാവരും മ്യൂസിഷ്യൻസ് ആണ് പാടുന്നത്. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓ ഇത് 100-നുള്ളത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പാടി കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ പാടുന്ന ആ ഒരു 5 മിനിറ്റിൽ നടക്കുന്ന കാര്യങ്ങളാണ് മൊത്തം. ഇത് ആക്ച്വലി നിങ്ങൾ ഒരൊറ്റ തവണയാണോ ഷൂട്ട് ചെയ്യുക? അതെ, ഒറ്റ തവണ വോക്കൽ നമ്മൾ എടുക്കുന്നത്. ആ ഒരു ടേക്കിൽ അതങ്ങ് ഓക്കെ ആക്കി അല്ലേ? അതെ, സത്യം പറഞ്ഞാൽ അതൊരു ഭാഗ്യത്തിന്റെ ഒരു ഇതും കൂടെ അങ്ങനെ തോന്നാറുണ്ട്. സത്യം ഭാഗ്യമാണ്. പിന്നെ നമ്മുടെ ഹാർഡ് വർക്കും കൂടെയാണ് അവിടെ കൺവേ ചെയ്യേണ്ടത്. അത് ഒറ്റത്തവണ എടുക്കുന്നോണ്ടാണ് നമ്മൾ പണ്ട് ഗോകുലിന്റെ ഫസ്റ്റ് പാട്ട് തന്നെ വരിയൊക്കെ മറന്ന് തെറ്റിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്ക് ഒറ്റത്തവണ അല്ല എടുക്കുന്നെങ്കിൽ നമുക്കത് പാടി ശരിയാക്കായിരുന്നല്ലോ. ആ ഒരു ടേക്കിൽ അത് എങ്ങനെയാണോ അതാണ്. അതെ, നമ്മൾ ആ 5 മിനിറ്റില് ആ ടേക്ക് ആക്ഷൻ നമ്മുടെ സാറിന്റെ വീഡിയോസ് യൂട്യൂബിലൊക്കെ കണ്ടാൽ അറിയാം. 3, 2, 1 ആക്ഷൻ പറഞ്ഞ് അങ്ങ് തുടങ്ങാണ്. കൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം അത്രയും വലിയ സ്റ്റേജിൽ നമ്മൾ മാത്രമായിരിക്കും ഒറ്റയ്ക്ക് ഉണ്ടാവുക. അത് മുമ്പിലിരിക്കണത് ആരൊക്കെയാ? എല്ലാ ലൈറ്റും ഓഫ് ചെയ്തിട്ട് 3, 2, 1 ആക്ഷൻ ഒരു അശരീരി പോലെ വരും. അപ്പോഴേ ടെൻഷനാ. അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു 5 മിനിറ്റ് നമ്മൾ എങ്ങനെ പാടുന്നോ അതിനനുസരിച്ചാണ് നമ്മളവിടെ. അതെ, അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. അങ്ങനെ എന്താന്ന് വെച്ചാൽ ആ ഒരു പേടി അവിടെ നമ്മൾ പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാര്യമൊന്നുമില്ല, യൂസ് ഇല്ല. പേടിയില്ലാതെ പാടുമെന്നുള്ളതാണ് മെയിനായിട്ട് ആ സ്റ്റേജിൽ ഉള്ളത്. ഈ ചിത്രാമ്മയുടെ ഒക്കെ മുമ്പിലേ ആദ്യമായിട്ട് പാടിയപ്പോഴുള്ളൊരു എന്തായിരുന്നു സത്യത്തിൽ മനസ്സിലുണ്ടായിരുന്നത്? പേടിയായിരുന്നോ എക്സൈറ്റ്മെന്റ് ആയിരുന്നോ? എക്സൈറ്റ്മെന്റ് ആയിരുന്നു സത്യം പറഞ്ഞു. പേടി എന്നുള്ളത് ആ ചിത്രാമ്മ എന്നുള്ളതൊരു നമ്മളൊരു വിഗ്രഹം പോലെ ഇങ്ങനെ കാണുന്ന ഒരാളാണ്. പണ്ട് തൊട്ടേ നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാൾ, അതായത് നേരിട്ടല്ലാതെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന ഒരാൾ ഫ്രണ്ടിൽ വന്നിരിക്കുന്നു. ഹായ് ബൽറാം, പാട്ട് നന്നായിരുന്നു, എൻ്റെ പേരൊക്കെ വിളിച്ചു പറയുന്നു. അതൊരു അടിപൊളി വൈബായിരുന്നു സത്യം പറഞ്ഞാൽ. പിന്നെ നമുക്കൊരു ആ ഒരു ഹെസിറ്റേഷൻ തോന്നുന്നില്ല. അയ്യോ ഇത് ചിത്രാമ്മയാണല്ലോ, നമുക്ക് സംസാരിക്കാൻ പാടും. കാരണം നമ്മൾ ഒരുപാട് കാലമായിട്ട് അറിയുന്ന ഒരാളെ പെട്ടെന്ന് മുമ്പിൽ കണ്ടാൽ നമ്മൾ ഒരുപാട് സംസാരിക്കും. അത് മാത്രല്ല, ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സീസണിലാണ് ചിത്രാമ്മ ഇത്രയും പിള്ളേരിലേക്ക് ഇറങ്ങി വന്ന് അല്ലേ? ആ ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും നിങ്ങൾ നല്ല റിട്രോ തീമൊക്കെ വെച്ചപ്പോ നിങ്ങളുടെ കൂടെ നിന്ന് അത് തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ ഒപ്പം? അത് ഞങ്ങൾ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ചിത്രാമ്മ ഏതൊരു അറ്റയറിലാണ് വരികയെന്ന് നമുക്ക് അറിയില്ല. പൂവൊക്കെ വെച്ച് നല്ല സാരി ഒക്കെ എടുത്ത് റെട്രോ സാരി, അപ്പൊ ശരിക്കും വൈബായിരുന്നു. നിനക്ക് എങ്ങനെയാണ് ഈ ഒരു ചിത്രാമ്മയുള്ള ഒരു പേഴ്സണൽ അടുപ്പം എങ്ങനെയാണ്? പേഴ്സണൽ അടുപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണുന്നത് ഷൂട്ടിൻ്റെ സമയങ്ങളിൽ മാത്രമാണ്. അല്ലാത്ത സമയങ്ങളിൽ ചേച്ചി ചെന്നൈയിലായിരിക്കും, നമുക്ക് കാണാനുള്ളൊരു ഇതില്ല. ഷൂട്ടിൻ്റെ സമയത്ത് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ നമ്മുടെ അടുത്തുണ്ടാവും. ഷൂട്ട് കഴിയുന്നവരെ നമ്മുടെ അടുത്തുണ്ടാവും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഹായ് ബൽറാം, പാട്ടൊക്കെ പഠിച്ചോ, നന്നായിട്ട് പാടുന്നില്ലേ, നല്ല ഏത് പാട്ടാന്നൊക്കെ ചോദിച്ച് ഭയങ്കര അറ്റാച്ച്ഡ് ആണ് ചേച്ചി. ചേച്ചി മാത്രമല്ല, വിധുചേട്ടനായാലും സിത്തേച്ചി ആയാലും ഭയങ്കര അറ്റാച്ച്ഡ് ആണ് എല്ലാവരുമായിട്ട്.
ആക്ച്വലി ബൽറു കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കണ ഞാൻ കണ്ടു, അമ്മ എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ആ ഒരു ഫീലിംഗ് ആണ് ചിത്രാമ്മേന്റെ അടുത്ത്. നമ്മള് ഇപ്പൊ ഒരു ടെലിവിഷൻ അവാർഡ്സിന്റെ ഒരു ഫംഗ്ഷന് വേണ്ടി ട്രിവാൻഡ്രത്ത് പോയപ്പോൾ ട്രിവാൻഡ്രത്ത് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാനുള്ള ഒരു അനുഭവം ഉണ്ടായി. അപ്പോൾ നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു, കണ്ടസ്റ്റൻസ് എല്ലാവരും, ഡയറക്ടറും എല്ലാവരും, നമ്മുടെ ക്രൂ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകാൻ പറ്റി, ചേച്ചിയുടെ വീട്ടിൽ കുറേ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. ചേച്ചിയുടെ കൂടെ ആയിരുന്നു ഒരു ഈവനിങ് മൊത്തം. അപ്പോൾ നല്ല അടിപൊളിയാ. ട്രിവാൻഡ്രത്ത് വീട്ടിൽ പോയി ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ചു, കുറേ നേരം സംസാരിച്ചു. അന്ന് സാറ്റർഡേ ആയിരുന്നു, നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ചേച്ചിയുടെ കൂടെ എപ്പിസോഡ് ഇരുന്ന് കണ്ട് ഞങ്ങൾ ചിരിച്ച് കളിച്ച് കുറേ ഫുഡൊക്കെ കഴിച്ച് സംസാരിച്ച് അവിടുന്ന് ഇറങ്ങി. ആ സമയത്ത് എനിക്കുണ്ടായ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു KS ചിത്ര, വാനമ്പാടി, ഇന്ത്യയുടെ വാനമ്പാടി, അതൊക്കെ മാറ്റി ഒരു അമ്മ എന്നുള്ള ഒരു ലെവലിലാണ് ആ ചിത്രേച്ചി അവിടെ അന്നുണ്ടായിരുന്നത്. മോനെ കഴിക്കുക, ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിച്ചില്ലേ, കുറേ വെള്ളം കുടിക്കണം കേട്ടോ, അതുപോലെ തന്നെ ചിക്കൻ കഴിക്കുന്നത് നല്ലതാ, പക്ഷെ കുറച്ച് കഴിച്ചാൽ മതി എന്നൊക്കെ ഭയങ്കര കെയറിങ് ആയിട്ട് ഒരാൾ, അത്രയും വലിയൊരു ആർട്ടിസ്റ്റ് നമ്മളോട് അങ്ങനെയൊക്കെ പെരുമാറുമ്പോൾ ഒരു അമ്മ എന്നുള്ള ഒരു സ്നേഹമാണ് അന്ന് എല്ലാവർക്കും അവിടെ കിട്ടിയത്. ഇതൊക്കെയാണോ ചിത്രാമ്മ തരുന്ന ടിപ്സ് നിങ്ങൾക്ക്? ഞാൻ എപ്പോഴും ഇങ്ങനെ ആലോചിക്കും, ഇത്രയും വലിയ സിംഗേഴ്സ് വിധുചേട്ടനുണ്ട്, സിത്താർ ചേച്ചി ഉണ്ട്, ചിത്രാമ്മ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ലൈക്ക് ഓൺ സ്ക്രീനിൽ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് വോയിസ് റെസ്റ്റ് എടുക്കണം മോനെ. ഇത് അരവിന്ദിന് ഒരു മിസ്റ്റേക്ക് പറ്റിയ ഒരു എപ്പിസോഡിലൊക്കെ പറഞ്ഞിട്ട് വിധുചേട്ടനൊക്കെ ചീത്ത പറയണൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ അടുത്ത് അവരെ എന്തൊക്കെയാണ് ഇങ്ങനെ പാട്ടിന് വേണ്ടി ടിപ്സ് ഒക്കെ പറഞ്ഞു തരാം? ഇപ്പൊ നമ്മൾ ചില സമയത്ത് ഓർക്കസ്ട്ര റിഹേഴ്സൽ, നമ്മൾ ഷൂട്ടിന് മുമ്പ് ഒരു റിഹേഴ്സൽ ഉണ്ടാവും. ആ സമയത്താണ് നമ്മൾ ഈ പാട്ട് ഫുൾ ഓർക്കസ്ട്രയിൽ കേൾക്കുക ചേച്ചിയൊക്കെ, കാരണം ചേച്ചി ഷൂട്ടിന്റെ അന്നല്ലേ വരുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാടി റിഹേഴ്സ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും തെറ്റൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചേച്ചി മോനെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് നമ്മൾ അടുത്തേക്ക് വിളിപ്പിച്ച്, സ്റ്റേജിൽ നിന്ന് ചേച്ചിയുടെ അടുത്തേക്ക് വിളിപ്പിച്ച് കറക്റ്റ് ചെയ്ത് തരും. പിന്നെ ഈ ചില വാക്കുകൾ പ്രൊനൗൺസ് ചെയ്യുന്ന സമയത്ത് മൗത്ത് പൊസിഷൻ എങ്ങനെ വെക്കണ്ടേ എന്നുള്ള കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിലിംഗ് ഒക്കെ പറഞ്ഞു തരും. മൗത്ത് പൊസിഷൻ അങ്ങനത്തെ സംഭവം ഉണ്ട്. ചില അക്ഷരങ്ങൾ, ഇപ്പോൾ വവൽസ് ഒക്കെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ചില അക്ഷരങ്ങൾക്കനുസരിച്ച് മൗത്ത് പൊസിഷനിങ് വ്യത്യാസം വരുത്തും. എന്നാലേ ആ ഒരു ടോൺ, ഉദ്ദേശിച്ച ടോൺ എങ്ങനെയായിരുന്നു അത് പുറത്തേക്ക് വരുത്താനൊക്കെ പറ്റുള്ളൂ. അപ്പം അങ്ങനത്തെ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞു തരാറുണ്ട്. നമ്മൾ ഗ്രൂമേഴ്സും അതെ. ഞാൻ ബലൂടെ അടുത്തൊരു കാര്യം ചോദിക്കാം. ഇപ്പൊ ഈ 3 ജഡ്ജസ് ഇല്ലേ, ഇവരെ ഒരു അഡ്ജക്റ്റീവ് കൊടുക്കുക, ആൻഡ് വൈ ഡിഡ് യു ഗിവ് ദാറ്റ് അഡ്ജക്റ്റീവ് എന്ന് പറയാൻ പറ്റുമോ? അല്ല, ചേച്ചി ഭയങ്കര കെയറിങ് ആണ്. അതായത് ഒരു ആർട്ടിസ്റ്റിന്റെ, ഇപ്പോൾ സിംഗർ ആണെങ്കിൽ സിംഗറിന്റെ ത്രോട്ടിന് ഇൻഫെക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യണം, എങ്ങനെയൊക്കെ നമ്മളെ തന്നെ സൂക്ഷിക്കണം എന്നുള്ള രീതിയിൽ ഭയങ്കര കെയറിങ് ആണ്. അതിനുള്ള ടിപ്സ് ഒക്കെ നമുക്ക് പറഞ്ഞു തരും. ഓക്കെ, ഇനി വിധുചേട്ടൻ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. വിധുചേട്ടൻ ഇപ്പൊ നമ്മള് മറൈൻ ഡ്രൈവ് കൂടെ നടന്നു പോവാണെങ്കിൽ വിധുചേട്ടൻ ഓപ്പോസിറ്റ് വരികയാണെങ്കിൽ ഒരു മടിയില്ലാതെ വന്ന് ആദ്യം കെട്ടിപ്പിടിക്കും. എന്നിട്ട് ബൽറാമു എടാ എങ്ങനെ ഉണ്ടടാ, സുഖമല്ലേടാ, ഭയങ്കര ഫ്രണ്ട്ലി ആണ്. അത് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിൽ നമുക്ക് കാണാൻ പറ്റും. ലൈക്ക് ഷോ ഉടനീളം ആക്ച്വലി ഫുൾ പ്രോഗ്രാം ലൈവ്ലി ആക്കി വെക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് നിങ്ങൾ കണ്ടസ്റ്റൻസും പിന്നെ വിധുചേട്ടനാണ്. വിധുചേട്ടൻ നിങ്ങളെ കളിയാക്കുന്നു, നിങ്ങൾ തിരിച്ചോരോന്ന് പറയുന്നത് അല്ലേ? ആ ഒരു റാപ്പും ഒക്കെ എങ്ങനെയായിരുന്നു, ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടാക്കിയെടുത്തത് നിങ്ങൾ? സത്യം പറഞ്ഞ വിധുചേട്ടന്റെ ആ ഒരു മെന്റാലിറ്റിയാണ് നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആക്കുന്നത്. കുറച്ച് ബലം പിടിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മളും ഇങ്ങനെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വിധുചേട്ടൻ ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കുന്ന ആളെ, എല്ലാ ആൾക്കാരെയും ഭയങ്കര ഹാപ്പി ആയിട്ട് വെക്കുന്ന ഒരാളാണ്. അത് തന്നെയാണ് ആ ഷോയുടെ വിജയം. സത്യം പറഞ്ഞാൽ എല്ലാവരുമായിട്ടുള്ള ഒരു കോർഡിനേഷൻ നന്നായിട്ട് നടക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു സെലിബ്രിറ്റിയാണ്, എനിക്കിങ്ങനെ പുറത്തുനിന്ന് ആളെ കാണുമ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ആ ഒരു ചിന്തയേ ഇല്ല. എവിടെ നിന്ന് കണ്ടാലും ഭയങ്കര ഹാപ്പിയാണ്, ഫ്രണ്ട്ലിയാണ്, ഇങ്ങോട്ട് വന്ന് സംസാരിക്കും. അതൊക്കെ തന്നെ വിധുചേട്ടൻ്റെ. ഇനി സിത്താർ ചേച്ചി. സിത്തേച്ചി അതെ സെയിം. വിധുചേട്ടൻ്റെ പറഞ്ഞ എന്താണോ അത് ഈ സെയിം കാര്യം തന്നെയാണ് സിത്തേച്ചിയുടെ കാര്യം പറയാനുള്ളത്. ഒരു അങ്ങനെ സംസാരിക്കാൻ ഒരു മടിയോ ബലം പിടുത്തോ ഒന്നുമില്ല. പിന്നെ ബൽറു കഴിഞ്ഞ ദിവസം നിങ്ങളുടെ മോസ്റ്റ് ഓഫ് ദ പാട്ടുകളും ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആവുകയാണല്ലോ. അപ്പം ഇന്നാള് നഗുമോ പാടി നന്ദയും ദിശയും കൂടെ അവർക്ക് ഗോൾഡൻ സ്റ്റാർ ഒക്കെ കിട്ടി. ലൈക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് പെർഫോമൻസിൽ ഒന്നാട്ടോ അത്. അപ്പൊ അതിനകത്ത് ഒരു ഇതിനകത്ത് നന്ദന്റെ മുടി ഫ്രണ്ടിക്കും ഒരെണ്ണത്തിലേക്ക് ബാക്കിലേക്ക് ആണെന്ന് പറഞ്ഞിട്ട് കുറച്ച് വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇതിൽ എന്ത് ക്രെഡിബിലിറ്റി ആണുള്ളത് എന്നൊക്കെ ചോദിക്കുന്നത്. ആക്ച്വലി എന്തായിരുന്നു സംഭവം? ലൈക്ക് ക്ലാരിഫിക്കേഷൻ ഫ്രം യുവർ പാർട്ട്. മീനു ഷൂട്ട് കാണാൻ വന്നിട്ടുണ്ടോ? ഷൂട്ട് കാണാൻ വന്നിട്ടില്ല. ഓക്കെ, ഒരു ദിവസം ഷൂട്ട് കാണാൻ വരണം. ഷൂട്ട് കാണാൻ വന്നാലേ എന്താണ് അവിടെ നടക്കുന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോൾ പാട്ട് പാടുമ്പോൾ ഒറ്റ പ്രാവശ്യമേ പാടുന്നുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. ആ ഒരു പ്രാവശ്യം പാടുന്നതിനനുസരിച്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്, മാർക്ക് ഇടുന്നത്.
ആ ഒറ്റ പ്രാവശ്യം പാടുന്നതുകൊണ്ടാണ് തെറ്റിയാലും അത് തെറ്റായിട്ട് തന്നെ നമ്മൾ ടെലികാസ്റ്റ് ചെയ്യുന്നത്. നേരത്തെ ഞാൻ ഗോകുലിന്റെ കേസ് പറഞ്ഞ പോലെ, ഗോകുലിനെ ഒന്നും കുറ്റം പറയുമെന്നല്ല, ഗോകുലെ സോറിടാ, എനിക്ക് എക്സാമ്പിൾ പറയാൻ അങ്ങനെ അത് മാത്രം ഓർമ്മ വരുന്നുള്ളൂ. അല്ല ആരായാലും ഇപ്പോൾ അരവിന്ദിന്റെ അങ്ങനെ പലരും തെറ്റിച്ചിട്ടുണ്ട്, ഞാനടക്കം കുറെ പേര് തെറ്റിച്ചിട്ടുണ്ട്. അപ്പൊ തെറ്റിച്ചത് തെറ്റിയതായിട്ട് തന്നെ ടെലികാസ്റ്റ് ചെയ്യുന്നത് ആലോചിച്ച് തന്നെ അറിയാം അത് ഒറ്റ പ്രാവശ്യം ടേക്ക് എടുക്കുന്നുള്ളൂ എന്നുള്ളത്. അപ്പം നമ്മൾ ഓഡിയോ ഒരു പ്രാവശ്യം ആണ് റെക്കോർഡ് ചെയ്യുന്നത്, അതിനനുസരിച്ച് നമ്മൾ മാർക്ക് ഇടുന്നത് ഈ പറഞ്ഞ പോലെ. പിന്നെ വിഷ്വൽ കുറച്ചും കൂടി ബ്യൂട്ടിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ജിംബൽ ഷോട്ട് ആഡ് ചെയ്യുന്നത്. ആ ഷോട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും വ്യത്യാസം വന്നേക്കാം, കാരണം ആ സമയത്ത് നമ്മൾ പാട്ട് പാടുന്നില്ല, നമ്മൾ വെറുതെ ലിപ്പ് സിങ്ക് ചെയ്യുന്നുള്ളൂ. കാരണം വിഷ്വൽ കുറച്ചും കൂടി ബ്യൂട്ടി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിംബൽ ഷോട്ട് ആഡ് ചെയ്യുന്നത്. ആ സമയത്ത് വരുന്ന ചെറിയ മിസ്റ്റേക്സ് ആണിത്. അപ്പോൾ ഒരുപാട് പ്രാവശ്യം പാടി നല്ലത് മാത്രമാണ് എടുക്കുന്നത് എന്നുള്ളൊരു സംഭവം അല്ല അവിടെ നടക്കുന്നത്. ഒറ്റ പ്രാവശ്യം നമ്മൾ പാടുന്നുള്ളൂ. അപ്പൊ ഈ രണ്ടാമത്തെ തവണ നിങ്ങൾ നന്നായി പാടിയിട്ടും കാര്യമില്ല. ആദ്യത്തെ എങ്ങനെയാണോ തെറ്റിയാണോ പാടിയത് തെറ്റി തന്നെ എടുക്കും, അത്രേ ഉള്ളൂ. പാട്ടൊക്കെ മാറ്റി വെച്ചിട്ട് എന്താണ് ബൽറൂന് പൊതുവെ യോ ഹോബീസ്, ഇഷ്ടങ്ങൾ എന്തൊക്കെയാ? ഹോബി എന്ന് പറഞ്ഞാൽ പാട്ട് കേൾക്കുക. അല്ല, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തും ഫുൾ പാട്ട് കേൾക്കുക എന്നുള്ളൊരു ഓപ്ഷൻ എൻ്റെ മനസ്സിൽ വരാറുള്ളൂ. ആദ്യം പാട്ട് കേൾക്കുക, ചിലപ്പോൾ വണ്ടി എടുത്ത് എവിടെയെങ്കിലൊക്കെ പോവുക, എന്തെങ്കിലും ഫുഡ് കഴിക്കുക. ഫുഡ് കുറേ കഴിക്കാം. പാട്ട് കേൾക്കുക എന്നുള്ളത് കഴിഞ്ഞ് ചിലപ്പോൾ ഫുഡ് കഴിക്കുക എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഈ പാട്ടുകാർക്ക് അധികം എരിവുള്ളത് കഴിക്കാൻ പാടില്ല, തണുപ്പുള്ളത് കഴിക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ ഇല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. കാരണം സത്യം പറഞ്ഞാൽ അതിൽ ഒരു അതെ ശരിയാണോ തെറ്റാണോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. കാരണം ഞാൻ തണുപ്പ് കഴിച്ച് ജീവിച്ചിരുന്ന ഒരാൾ തന്നെയാണ്. പണ്ട് തൊട്ടേ തണുത്ത വെള്ളം കുടിക്കുക, ഐസ്ക്രീം റെഗുലറായിട്ട് കഴിക്കുക എന്നുള്ള എല്ലാ ദിവസവും മിക്കവാറും ഐസ്ക്രീം കഴിക്കുന്ന ഒരാൾ തന്നെയായിരുന്നു. ഒരു സിപ്പെങ്കിലും ഞാൻ ഒരു ദിവസം വാങ്ങിച്ചു കഴിക്കും. അല്ല, അപ്പൊ പണ്ടും പാട്ടുകാരനല്ലേ? അതെ. പക്ഷെ ഇത്രയും കെയർ ചെയ്തത് ഇപ്പോഴാണ്. അതെ, കെയർ ചെയ്യാൻ തുടങ്ങിയത് ഇപ്പോഴാണ് ഷോയിൽ വന്നതിന് ശേഷം. എന്താന്ന് വെച്ചാൽ ഇത്രയും തണുപ്പൊക്കെ കഴിക്കുന്നതുകൊണ്ടും എരിവ് കൂടുതലുള്ളത് കഴിക്കുന്നതുകൊണ്ടും എനിക്കതിപ്പോ ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. ഞാൻ യൂസ്ഡ് ആയി അതിനനുസരിച്ച്. അപ്പൊ എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷമാണ് തണുത്ത വെള്ളം കുടിക്കരുത് എന്ന് പറയുമ്പോൾ ശരി, തണുത്ത വെള്ളം നിർത്തിയേക്കാം, കുടിക്കുന്നത് നിർത്തിയേക്കാം. ഇത് കുടിക്കുന്ന നിർത്തുമ്പോൾ എനിക്ക് എന്തോ പോലെ സത്യം പറയാം പാടുമ്പോഴൊക്കെ. പിന്നെ എല്ലാവരും ഇപ്പൊ കെയർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ശീലിച്ചപ്പോ എന്റെ പോലെ ശീലമുള്ളവരൊക്കെ ഇപ്പൊ തണുത്തതും എരിവുള്ളതും ഒക്കെ ഒഴിവാക്കി ആ ഒരു ഇതിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾ അധികം ഒച്ചയിട്ട് സംസാരിക്കില്ല, അങ്ങനെയൊക്കെ ഇല്ലേ? വളരെ അങ്ങനെയാണോ? ഞാനേ അങ്ങനെയുള്ളൂ. അതായത് ഞാൻ നേരെ തിരിച്ചാ, ഒച്ചയിടാതെ എനിക്ക് സംസാരിക്കാനേ പറ്റില്ല. പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന കൂട്ടത്തില? ദേഷ്യം വരുന്ന കൂട്ടത്തിലായിരുന്നു. ഇപ്പൊ അതൊക്കെ കുറെയൊക്കെ കൺട്രോൾഡ് ആയി. കാരണം ഞാൻ കണ്ടിട്ടുള്ള പാട്ടുകാർ എപ്പോഴും ഭയങ്കര ശാന്തശീലരായിരിക്കും അല്ലേ? അങ്ങനെ കാര്യം ശ്രദ്ധിച്ചിട്ടില്ല? ഈ പാട്ട് പാടുന്നവര് ഭയങ്കര കാമായിട്ടുള്ള വ്യക്തികളായിരിക്കും. അതെന്താന്ന് വെച്ചാ എല്ലാവർക്കും ഒരു രണ്ട് മുഖം ഉണ്ടാവുമല്ലോ. അതല്ല, ഇപ്പൊ ഒരു ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിൽ അത് വേറെ തന്നെ ഒരാളായിരിക്കും. ഇപ്പൊ ഈ ബൽറാം എന്ന് പറയുന്ന ആൾ ഇപ്പൊ സംസാരിക്കുന്ന രീതിക്കായിരിക്കില്ല, എന്റെ കമ്പനിയുടെ അകത്ത് ഉള്ളപ്പോ വേറൊരു ബൽറാം ആയിരിക്കും. ശരി, എന്നാ എനിക്ക് ഓർമ്മയുണ്ട്, നമ്മൾ ഇതിനു മുമ്പ് ആദ്യം കണ്ടപ്പോ നമ്മൾ ഇത്രയും കമ്പനി ആയിരുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ എന്താന്ന് വെച്ചാ ഒരുപാട് സംസാരിക്കുന്ന ആളുമാണ്. എനിക്ക് സംസാരിക്കാതിരിക്കാനേ പറ്റില്ല. ആരെങ്കിലും ആയിട്ട് ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. ലൈക്ക് ഈ സീസൺ തുടങ്ങിയിട്ട് എപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ലൈക്ക് എല്ലാവരും ഇഷ്ടമാണ്, ബട്ട് സ്റ്റിൽ ആൺകുട്ടികളുടെ ശ്രീരാഗിന്റെ അടുത്തും ബൽറാമിന്റെ അടുത്തും അരവിന്ദന്റെ അടുത്തും ഗോകുലിന്റെ അടുത്തും ഒരു പ്രത്യേക ഇഷ്ടം ആൾക്കാർക്ക് ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇവിടെ ബൽറാം ഇരിക്കുന്നുണ്ട്, ബൽറാമിനോട് ചോദിക്കാം, എന്തുകൊണ്ടാണ് ആൾക്കാർക്ക് നിങ്ങളുടെ അടുത്ത് ഇത്രയൊരു ആളുകൾക്ക് ഇഷ്ടമാണ്? എന്താന്നറിയില്ല, അത് പെൺകുട്ടികളുടെ ഫാൻ പേജും അതൊക്കെ എത്രയാ കണ്ടിട്ടില്ലേ? കുറെ മെസ്സേജ് ഒക്കെ വരാറില്ലേ? പിന്നെ അല്ല, മെസ്സേജസ് ഓൾവേസ് വരാറുണ്ട്. ഇങ്ങനെ കുറെ പാട്ട് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്ന കുറെ മെസ്സേജുകൾ വരാറുണ്ട്. പ്രണയാഭ്യർത്ഥന അതും വരാറുണ്ട്. അത് അക്കൗണ്ടൊക്കെ കയറി നോക്കി നല്ലതാണെങ്കിൽ അല്ല, കുറെ വരാറുണ്ട്. അതെല്ലാവർക്കും ഉണ്ട് സത്യം പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു അരവിന്ദിനൊക്കെ ഇഷ്ടം പോലെ വരുന്നതെന്ന് തോന്നുന്നു. നേരിട്ട് ആരെങ്കിലും അങ്ങനെ ഒരു ഫാൻ മൊമെന്റ് ഒക്കെ ചോദിച്ചാൽ പറയാനുണ്ടോ? ഉണ്ട്, അത് കൊറേ ഉണ്ട്. റീസെന്റ് ആയിട്ട് ഇപ്പൊ ടെലിവിഷൻ അവാർഡ്സിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഇങ്ങനെ ഒരു കൊച്ചു വന്നിട്ട് പാട്ടൊക്കെ അടിപൊളിയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാവരുടെയും പാട്ട് അടിപൊളി, എല്ലാവരും കാണാൻ സാധിച്ചതിലൊക്കെ സന്തോഷം എന്ന് പറഞ്ഞ് അവൾ ഭയങ്കര എക്സൈറ്റഡ്, കയ്യൊക്കെ പിടിച്ച് ഇങ്ങനെ വിറയ്ക്കുമായിരുന്നു. അത്രയും
അപ്പോൾ അത് അടിപൊളിയായിരുന്നു. മനസ്സിൽ ഒരിക്കലും മറക്കാതെ വെച്ചിരിക്കുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടാവുമോ? ഉണ്ട്. ഒരു പ്രോഗ്രാമിന് പാലക്കാട് പോയിട്ട് തിരിച്ച് പ്രോഗ്രാം കഴിഞ്ഞു. അപ്പം ഞാൻ സ്റ്റേജിൽ തന്നെ നിൽക്കുക, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു വയസ്സായ ഒരു അമ്മൂമ്മ വന്നിട്ട് അവർ കരഞ്ഞിട്ടാണ് വരുന്നത്. അപ്പം ഞാൻ ചോദിച്ചു, ദൈവമേ എന്താ പറ്റിയെന്ന് ചോദിച്ചു. പാട്ട് കൂടുതൽ നന്നായി പോയ കാരണം ഇവരെന്തിനാ കരയുന്നതെന്ന് എനിക്കറിയില്ല. ഒരു വയസ്സായ അമ്മൂമ്മ, അവർ മെലിഞ്ഞ്. അപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് മോനെ എന്നും പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ചു. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കെട്ടിപ്പിടിച്ച് ഒന്നും മിണ്ടാതെ. പിന്നെ അവരിങ്ങനെ പറഞ്ഞു, ഞാൻ പാട്ടൊക്കെ കുറേ കേൾക്കാറുണ്ട്, എൻ്റെ എൻ്റെ മക്കളൊക്കെ എനിക്ക് വെച്ച് തരും, പാട്ടൊക്കെ അടിപൊളിയാണ്, ഞാനിങ്ങനെ പാട്ട് കേട്ട് എപ്പോഴും കരയും. എന്നിട്ട് അവർ മറന്നുവോ പൂമകളെന്ന് എങ്ങനെയോ ഒപ്പിച്ച് അവർ പറഞ്ഞു, ഈ പാട്ടിൻ്റെ പേര് പറഞ്ഞു, മറന്നുവോ പൂമകളെയൊക്കെ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് പറഞ്ഞ് ഞാനും കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഭയങ്കര അടിപൊളിയായിരുന്നു. കാരണം അവർ കാണുന്നുണ്ട് എന്നുള്ളതിലാണ് എൻ്റെ സന്തോഷം. അവർക്കത് കണക്റ്റ് ആവുന്നുണ്ട്. ഏതൊരു ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളായാലും ഈ പാട്ട് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്, കണക്റ്റ് ആവുന്നുണ്ട് എന്ന് അറിയുമ്പോഴാണ് ഏറ്റവും ഭയങ്കര സന്തോഷം. ബൽറൂൺ ആക്ച്വലി അവിടെ സ്റ്റേജിൽ പാടിയതില് ഭയങ്കര സെൽഫ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു ഫീലിംഗ് കിട്ടിയിട്ടുള്ള പാട്ട് ഏതായിരുന്നു? ആദ്യം ഇതിപ്പോൾ ആ ഷോയുടെ തുടക്കത്തിൽ നിന്ന് എടുക്കുകയാണെങ്കിൽ ഞാൻ ആ സ്റ്റേജിൽ ഏറ്റവും നന്നായിട്ട് പാടിയത് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചന്ദനച്ചോലയിലാണെന്ന് ഞാൻ ആദ്യം തൊട്ട് പറയുകയാണെങ്കിൽ പറയും. പിന്നെ കുറച്ചും കൂടി എനിക്ക് സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നിയത് മറന്നുപോ പൂമകളെയാണ്. മറന്നുപോ പൂമകളെ ആ ലിസ്റ്റിൽ കുറച്ച് പ്രയോറിറ്റിയിൽ മുകളിൽ നിൽക്കുന്നത്. കോൾഡാണ്. അപ്പോൾ ഉദിജിയൊക്കെ വന്നാൽ ക്ഷമിക്കണം. നോ പ്രോബ്ലം. അക്ബർ ചക്രവർത്തി ക്ഷമിച്ചിരിക്കും. മറന്നുപോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു, വെറുതെ മറന്നുപോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ. സൂപ്പർ. ഈ റൗണ്ടിലായിരുന്നു പാട്ടിന്റെ ഇടയിൽ തേങ്ങിയതാണോ അതോ തനിക്കും ഗോൾഡാണോ? ഇടയ്ക്കൊരു വലിയ എനിക്ക് കോൾഡ് ഉള്ളത്, പക്ഷെ നന്നായി പാടി. പാട്ട് നന്നായി പോയിട്ടായിരിക്കും കൂടുതൽ നന്നായി പോയതാന്ന് വിചാരിച്ചു. അല്ല, പക്ഷെ ഓൺ സീരിയസ് നോട്ട് പാട്ട് നല്ലതായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ റൗണ്ട് കഴിഞ്ഞപ്പോഴായിരുന്നില്ലേ, പാട്ട് കഴിഞ്ഞപ്പോഴേ എല്ലാരും വന്നിട്ട് നിങ്ങളെ ലവ് സ്റ്റോറി തോന്നി ഇതാണ് വരുന്നത്, ഇത് അങ്ങോട്ട് നീ ആയിട്ട് തന്നെ പാടി തന്നല്ലേ, അപ്പൊ പിന്നെ ഞാൻ ചോദിക്കാണ്ട് പോണെങ്കിൽ അതെ, കുഡ് യു ടെൽ മീ ദ സ്റ്റോറി, എന്താണ് പറ്റിയതെന്ന്? തേപ്പാണോ ബൽറൂം മണക്കുന്നത്? അതെ, ഇത് ഞാൻ നമ്മുടെ സ്റ്റാർ സിംഗറിന്റെ തന്നെ വിഷു എപ്പിസോഡിന് ഇത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താന്ന് വെച്ചാൽ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. എന്തോ എവിടെയോ ഒരു കമ്മ്യൂണിക്കേഷൻ പ്രശ്നം വന്നു. പിന്നെ ഈ ഒരു സംസാരം ഒക്കെ കാര്യങ്ങളൊക്കെ കുറഞ്ഞു വന്നു. അല്ല, ഫെയിം അല്ല, സ്റ്റാർ സിംഗറിലേക്ക് വരുന്ന സമയം. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ സംസാരമൊക്കെ കുറഞ്ഞു വന്ന് എന്ത് കാരണമാണെന്ന് എനിക്കിപ്പോഴും അറിയില്ല. താല്പര്യമില്ല എന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് നിർബന്ധിക്കാനും നിന്നില്ല. താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ആളെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിനേക്കാൾ നല്ല റിലേഷൻ ആൾക്ക് കിട്ടി കാണുമായിരിക്കും, എനിക്കറിയില്ല. ഇപ്പോൾ ഈ സ്റ്റാർ സിംഗർ തുടങ്ങി കുറച്ച് ഒരു 2-3 മാസം കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഈ വിഷു എപ്പിസോഡിന് തൊട്ട് മുമ്പ് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു. വേറൊരു അക്കൗണ്ടിൽ നിന്നാണ് വന്നത്. പേരും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ ഫാൻ എന്നുള്ള രീതിയിൽ എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അൺവാണ്ടഡ് മെസ്സേജസ് കുറേ വരാറുണ്ട്. ചിലപ്പോൾ ഉടായ്പായിരിക്കും, ചിലപ്പോൾ ജെന്യുവൻ ആയിരിക്കും. ഞാൻ എല്ലാവരും ഇങ്ങനെ റിപ്ലൈ കൊടുക്കുന്നുണ്ട്, ഇതിനും റിപ്ലൈ കൊടുത്ത് ഇങ്ങനെ പോയി. പിന്നെ നമുക്ക് മാത്രം അറിയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ഏതോ ഒരെണ്ണം പറയുകയോ മറ്റോ ചെയ്തു. എനിക്ക് മനസ്സിലായി ആളാണ്. ഞാനും അങ്ങോട്ടൊന്നും ചോദിക്കാനും നിന്നില്ല. അപ്പം അങ്ങനെ കാഷ്വൽ ടോക്കായിട്ട് തന്നെ അത് തീർന്നു. പിന്നെ ആ അക്കൗണ്ട് മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. കുഴപ്പമില്ല, ആളെവിടെ പോലും നന്നായിരിക്കട്ടെ, അത്രേ ഉള്ളൂ. പുതിയൊരാള് വരും. പിന്നല്ല എന്തെങ്കിലും എക്സ്പെക്ടേഷൻ ഉണ്ടോ, എന്റെ ഭാവിയിൽ വരുന്ന ആൾ ഇങ്ങനെ ആയിരിക്കണം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ? അതിപ്പോൾ ഏത് ബോയ്സിനോടും ചോദിച്ചു കഴിഞ്ഞാൽ ടിപ്പിക്കലായിട്ട് വരുന്നൊരു ആൻസറാണ് ഒരു നാടൻ പെൺകുട്ടി.
അല്ലേ ഏട്ടായി, അങ്ങനെ അല്ലാതെ ആരോട് ചോദിച്ചാലും ആദ്യം അങ്ങനെ ഒരു സംഭവം അത് കിട്ടാനൊക്കെ പാടാം. ആ. അപ്പൊ അങ്ങനെ പറയുള്ളൂ. എനിക്കും അങ്ങനെ കുറച്ച് ആണോ നാടൻ പെൺകുട്ടി അത്രേ ഇത്രയും ഉള്ളൂ. മുടി? മീനൂനൊക്കെ പോലെയുള്ള Come on. ചുമ്മാ പറഞ്ഞു. ചുമ്മാ പറഞ്ഞോ. അല്ല അപ്പൊ അങ്ങനെ ഒരു എന്താ പറയാ കുറച്ചും കൂടി കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് നടക്കുന്ന ഒരാളായിരുന്നു നല്ലതായിരിക്കും. കാരണം ഇപ്പോഴത്തെ റിലേഷനിലൊന്നും ഇല്ലാത്തൊരു സംഭവം എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷനാണ്. എനിക്കൊരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ ഇഷ്ടമല്ല എന്ന ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് അതിനനുസരിച്ച് അത് മനസ്സിലാക്കി പെരുമാറാം. ഇത് ഇഷ്ടമല്ല എന്ന് നമ്മൾ പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നോടാണ് അത് പ്രകടിപ്പിക്കുന്നതെങ്കിൽ തനിക്കത് ഇഷ്ടമാവില്ല, തനിക്കതൊരു മുഷ്ടിലുണ്ടാക്കും, അതിനനുസരിച്ച് ദേഷ്യമായിട്ട് അത് തിരിച്ചു വരും. കമ്മ്യൂണിക്കേഷൻ നേരെ നടന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം അത് നടക്കുന്ന ഒരാളായിരുന്നാൽ കുറച്ചുകൂടി മനസ്സിലാക്കുന്ന ഒരാളായി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പാട്ടുകാരി ആവണം അങ്ങനെയൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. പാട്ട് പാടുന്നെങ്കിൽ നല്ലതായിരിക്കും. പാട്ട് ആസ്വദിക്കുന്ന ആളായാൽ മതി. അതെ. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു പാട്ടിൽ ഒരു പാട്ടിൻ്റെ നല്ല വശം കാണിച്ചു കൊടുക്കാൻ ഒരാൾ ഉള്ളപ്പോൾ ആൾക്കത് മനസ്സിലായിട്ടില്ലെങ്കിൽ അത് ഞാൻ അവിടെ തേഞ്ഞിരിക്കും. ഇപ്പോൾ ഒരു പാട്ടിൻ്റെ ഒരു നല്ല പോർഷൻ കേൾപ്പിച്ചിട്ട് നല്ലതാണെന്ന് ആൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ എനിക്കും സാറ്റിസ്ഫൈഡ് ആവുന്നൊരു ഫീലിംഗ് ഉണ്ടാവും. നിർബന്ധമൊന്നുമില്ല, ഉണ്ടായാൽ നല്ലതായിരിക്കും. ഓക്കെ. ബ്രൗണി പോയിന്റ്സ് ഫോർ പീപ്പിൾ ഹു ലൈക്സ് മ്യൂസിക്. എനിവേ, ബൽറൂൺ ആക്ച്വലി പണ്ട് തൊട്ടേ പാട്ടുകാരനാവണം, മ്യൂസിഷ്യൻ ആവണം, അതായിരുന്നോ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്? പാട്ടുകാരനാവണം എന്ന് പണ്ട് തൊട്ടേ ഉണ്ടായിരുന്നു. ഞാൻ ചെറുപ്പം തൊട്ട് 5 വയസ്സോ തൊട്ടോ മറ്റോ എന്നെ പാട്ട് പഠിപ്പിക്കാനൊക്കെ ചേർത്താ. ആണോ? എന്നിട്ട് അങ്ങനെ പാട്ട് പഠിച്ച് വന്നതാ. എൻ്റെ ഡിഗ്രി ഒക്കെ മ്യൂസിക് കോളേജിലായിരുന്നു, പാലക്കാട് ചെമ്പൈ മ്യൂസിക് കോളേജിലായിരുന്നു. അപ്പൊ പാട്ട് കിട്ടിയില്ലേ? എനിക്കറിയാം. അപ്പോൾ പാട്ടിങ്ങനെ പഠിച്ച് ഞാൻ ഈ ഒരു ലൈഫ് വരെ ഇതുവരെ പാട്ട് ഞാൻ പഠിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ എപ്പോഴോ പാട്ടുകാരനാവണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഡിഗ്രിക്ക് മ്യൂസിക് പോയി എടുത്തത്. പിന്നെ എൻ്റെ പാട്ട് പഠിപ്പിച്ച മാഷ് കൃഷ്ണൻ നമ്പൂരി മാഷ് പറഞ്ഞു എന്തായാലും പാട്ട് പോയി പഠിക്കുക, ഡിഗ്രി എടുക്കാന്ന് പറഞ്ഞ് ഡിഗ്രിക്ക് ചേർന്നു. പിന്നെ ഇങ്ങനെ തോന്നി എൻ്റെ ഒരു പ്രൊഫഷൻ ഇതാണ്. നമ്മളിങ്ങനെ പോയി ഒരു കാര്യത്തിൽ ഇങ്ങനെ അതുമായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുക, നമുക്ക് തോന്നും ഇതാണ് നമ്മുടെ പ്രൊഫഷൻ, ഇതിലേക്ക് തന്നെ തിരിയാം. ഇനിയിപ്പോൾ വേറെ ഒന്നിലേക്കും പോകണ്ട. കാരണം ഞാനൊരു മെക്കാനിക്കും ആയിരുന്നു, ഒരു 2 വീലർ മെക്കാനിക്കും ആയിരുന്നു. ഞാനൊരു ഇതിൽ കേട്ടിട്ടുണ്ട്, അത് എന്തിലാണെന്ന് അറിയില്ല, കയ്യില് കരിയായിട്ട് വന്നിട്ട് പാട്ട് പാടും എന്ന് പറയുന്ന ഒരു ഇത് ഞാൻ കണ്ടു. അത് എന്താന്ന് വെച്ചാൽ ഈ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ വർക്ക്ഷോപ്പിൽ, അവിടെ ഒറ്റപ്പാലത്തൊരു വർക്ക്ഷോപ്പിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ വൈകിട്ട് ഇപ്പോൾ ഗാനമേള പ്രോഗ്രാംസ് ഒക്കെ 7 മണിക്കൊക്കെയാണ് അവിടെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു 5-6 മണിയാകുമ്പോഴേക്കും പെട്ടെന്ന് കൈയൊക്കെ കഴുകി വീട്ടിൽ കയറി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ പോവും. ചിലപ്പോൾ സ്റ്റേജിലെത്തിയിട്ടായിരിക്കും ഇത് കൈയൊക്കെ നോക്കുക. നമ്മൾ അതുവരെ ആ സ്ഥലത്ത് എത്താനുള്ള ഒരു തിരക്കിലായിരിക്കും. സ്റ്റേജിലെത്തി ഞാൻ ബാഗൊക്കെ അവിടെ വെച്ച് സ്റ്റേജിൽ കയറി മൈക്ക് പിടിച്ച് നോക്കുമ്പോൾ ഇവിടെയൊക്കെ കരിയിട്ടുണ്ടാവും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ടിഷ്യൂ ഒക്കെ വെച്ച് ഇങ്ങനെ തുടച്ച് അങ്ങനെ ആ ഒരു സംഭവം, അതാണ് ആ ഒരു സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് അതാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴോ തോന്നി എനിക്ക് ഈ പ്രൊഫഷനായിട്ട് തന്നെ പോവാം. ഈ മെക്കാനിക് എന്നുള്ളത് വിട്ടിട്ടില്ല ഇപ്പോഴും. ഞാൻ പോകുമ്പോഴൊക്കെ ഞാൻ വർക്ക്ഷോപ്പ് പോകാറുണ്ട്. അവിടുത്തെ പണി ഞാൻ കാരണം തടസ്സമാവുന്നതുകൊണ്ട് എപ്പോഴെങ്കിലൊക്കെ പോകാറുള്ളൂ. കാരണം ഒരാൾ കണ്ടു കഴിഞ്ഞാൽ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. വരും, ഏതെങ്കിലും കസ്റ്റമർ വരുവാണെങ്കിൽ തന്നെ അതിൻ്റെ തൊട്ടടുത്തും വേറെ ഷോപ്പുകൾ, മൊബൈൽ ഷോപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ റെഗുലറായിട്ട് കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് എന്നെ കാണുമ്പോൾ എന്തായാലും സംസാരിക്കും. അപ്പോൾ എനിക്കും അവിടെ പണിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും പോകാറുള്ളൂ. പക്ഷെ എന്നാലും ഞാൻ പോകാറുണ്ട് എന്തെങ്കിലും മേജർ വർക്ക് വരുന്ന സമയത്ത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വർക്ക്ഷോപ്പിലും പോകാറുണ്ട്. പക്ഷേ എൻ്റെ പ്രൊഫഷൻ ഇതാണെന്ന് ഞാൻ തീരുമാനിച്ചു ഓൾറെഡി. മ്യൂസിക്കായിട്ട് തന്നെ പോകാം. മ്യൂസീഷ്യൻസിന് എത്രത്തോളം നിലനിൽക്കാൻ ഇനി പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എല്ലാവരുടെയും ഒരു മെയിൻ എയിം എന്ന് പറയുന്നത് സിനിമയായിരിക്കും. സിനിമയിലെ മ്യൂസിക്കൊക്കെ ഇപ്പോൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഓൺ കോമ്പോസിഷൻ അതുപോലെ തന്നെ ബാൻഡ് ഷോസ് എന്നൊക്കെ ആയിട്ട് പോവാൻ ആണ് ഉദ്ദേശം. അപ്പോൾ ആ രീതിക്ക് ഞാൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരുന്ന ആൾക്കാരെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സ്ക്രാച്ച് വന്ന ആൾക്കാർ അവര് സക്സസ് എത്തുമ്പോഴേ ആ ഒരു പ്രത്യേക ഒരു സുഖമാണ് അവരുടെ ഇത് കാണുമ്പോഴത്തേക്കും. ശരിക്കും ബൽറൂനെ ആക്ച്വലി ആ ഒരു ഇതിൽ നമുക്ക് പെടുത്താല്ലേ, അങ്ങനെ സക്സസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരാൾ. അത് ഞാനല്ല പറയേണ്ടത്, പുറത്തുനിന്നുള്ള ആള് എന്നെ കാണുമ്പോഴാണ് അങ്ങനത്തെ ചിന്ത. കാരണം എനിക്കത് പറയാനായിട്ട് എനിക്കറിയില്ല. ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ഞാൻ എന്തായിരുന്നു എന്നുള്ളതും ഇപ്പം എന്താണെന്നുള്ളതും എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം 500 രൂപയ്ക്ക് 1000 രൂപയ്ക്കൊക്കെ ഞാൻ പ്രോഗ്രാമിന് പാടാൻ പോയിട്ടുണ്ട്, കല്യാണങ്ങൾക്കും ഗാനമേളയ്ക്കൊക്കെ. പക്ഷെ പണ്ട് തുടങ്ങുന്ന സമയത്തൊക്കെ 500 രൂപ എന്ന് പറഞ്ഞാൽ അന്ന് വലിയ എമൗണ്ടൊക്കെ തന്നെയാണ് എനിക്ക്. കാരണം എൻ്റെ കാര്യങ്ങൾ അത്രേ ഉള്ളൂ, എനിക്ക് വട്ടച്ചെലവിനുള്ള കാശ് കിട്ടുന്നുണ്ട്.
പിന്നെ ആ ഒരു ലെവലിൽ നിന്നൊക്കെ കുറേ മാറി എത്രയോ ഫാർ ബെറ്റർ ആയിട്ടാണ് ഇപ്പം നിൽക്കുന്നത്. അത് ജീവിതത്തിൽ നിരീക്കാൻ പറ്റാത്ത ആൾക്കാരെയൊക്കെ പരിചയപ്പെടുന്നു. അതെ, സത്യം. അവരടുത്ത് മിണ്ടുന്നു അല്ലേ? ഞാനൊരു ഓർക്കസ്ട്രയിൽ, പാലക്കാട് സ്വരലയ എന്ന് പറഞ്ഞൊരു ഓർക്കസ്ട്രയിൽ പോയി ചേരുന്നു. അവിടെ നിന്നാണ് പിന്നെ കുറേ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. വലിയ സെലിബ്രിറ്റീസിൻ്റെ കൂടെയൊക്കെ പാടാൻ പറ്റിയിട്ടുണ്ട്. സുധീപേട്ടനും മധു ബാലകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെയൊക്കെ പാട്ട് സ്റ്റേജിൽ കയറി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആ ഒരു ലെവലൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ ഷോ ആണ് പിന്നെ കുറച്ചും കൂടി ബൂസ്റ്റ് ആക്കിയത്. മ്യൂസീഷ്യൻ എന്നുള്ള രീതിക്ക് ഒരു നല്ല നിലയിലേക്ക് എത്തിച്ചേരാനുള്ള വഴിയാണ് സത്യം പറഞ്ഞ സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് സാധനം. സത്യം, 100%. എപ്പോഴെങ്കിലും ഇത് സ്റ്റാർ സിംഗർ പണ്ടേ ഉണ്ടായിരുന്ന ഒരു റിയാലിറ്റി ഷോ ആണ്. അപ്പൊ എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ ഇതിൽ എനിക്ക് പോകണം? ഉണ്ടായിരുന്നു, സത്യമായിട്ടും ഉണ്ടായിരുന്നു. സ്റ്റാർ സിംഗർ എന്ന് പറയുന്നത് എല്ലാ റിയാലിറ്റി ഷോകളുടെയും ഒരു തലതൊട്ടപ്പൻ എന്നുള്ള രീതിക്കായിരുന്നു സ്റ്റാർ സിംഗർ അന്നുണ്ടായിരുന്നത്. കാരണം സത്യം എല്ലാത്തിൻ്റെ മുകളിൽ സ്റ്റാർ സിംഗർ ആയിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ അത് അത്രയും സക്സസ് ആയിട്ടുള്ളൊരു ഷോ ആയതുകൊണ്ട്. പക്ഷെ എന്തോ കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞ സീസൺ 8ഉം സീസൺ 7ഒക്കെ എന്തോ കുറച്ചൊന്ന് ഡൗൺ ആയിരുന്നു. അതെന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ ഷോ വെച്ച് നോക്കുമ്പോൾ അത് ഡൗൺ ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സീസൺ 9 എന്ന് പറയുന്നത് ഭയങ്കര സക്സസ് ആയിട്ടാണ് പൊതുവെ ഞാൻ മനസ്സിലാക്കിയത്. എന്താന്ന് വെച്ചാൽ നല്ല ടാലൻസ് ആണ് ഒന്നാമത്തെ. സത്യം. നിങ്ങൾ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ സ്കോർ ബോർഡ് വെറുതെ നോക്കിയതാണ്. എല്ലാവരുടെയും മാർക്കുകൾ വ്യത്യാസം മാക്സിമം മിസ് 1 മാർക്ക് 0.5 ഒക്കെ. സർഗോ സാറ് ഞങ്ങളെ ചീത്ത പറയാനൊക്കെ തുടങ്ങി. നിങ്ങൾ ഇങ്ങനെ പാടുകയാണെങ്കിൽ എങ്ങനെയാ എലിമിനേഷൻ വെക്കുക എന്ന് ചോദിച്ച് ഞങ്ങളെ ചീത്ത പറയാനൊക്കെ തുടങ്ങി. ഇത്ര നന്നായി പാടരുത് എന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം പറഞ്ഞാൽ പണ്ട് ഞങ്ങൾക്ക് ചിത്ര ചേച്ചിയുടെ മുമ്പിലൊക്കെ പാടാൻ പേടിയായിരുന്നു. എനിക്കിപ്പോ പേഴ്സണലി ബാക്കി കണ്ടസ്റ്റൻസിന്റെ മുമ്പിൽ പാടാനാ പേടി. കാരണം അത്രയും നല്ല ടാലൻസ് ആണ് എല്ലാവരും. ഒരാളെ വിട്ട് വേറെ ആളെ എടുക്കാൻ അങ്ങനെ ഇല്ല. ഭയങ്കര സിംഗേഴ്സാണ്. അതാണ് ഈ ഒരു ഷോയുടെ ഈ സീസൺ 9ന്റെ വിജയം. അതാണ് നന്നായിട്ട് ഗ്രൂം ചെയ്യാനുള്ള ഗ്രൂമേഴ്സും നല്ല രീതിയിലുള്ള ഒരു ജഡ്ജിങ് പാനലുള്ളതാണ് ഈ ഷോ കുറച്ചും കൂടി പോപ്പുലർ ആയത്. ഓക്കെ, ഇതിന് എല്ലാത്തിന്റെയും മുകളിലുള്ള ഒരു കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളെ പ്രൊഡ്യൂസർ സർഗോ സർ നിങ്ങൾക്ക് തരുന്ന സപ്പോർട്ട്. അതെ, അത് ഞാൻ അതായത് ഇത്രയും കണ്ടസ്റ്റൻസിന്റെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു പ്രൊഡ്യൂസർ അടുത്ത റിയാലിറ്റി ഷോസ് ഞാൻ കണ്ടിട്ടില്ല. സർഗോ സാറിന് ആ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കും. കാരണം കണ്ടസ്റ്റൻസിനും അതുപോലെ തന്നെ ആ ക്രൂ മെമ്പേഴ്സിനും എല്ലാവർക്കും അത്രയും സപ്പോർട്ടോടു കൂടി മുമ്പോട്ട് വന്നൊരു ഡയറക്ടർ. ഞാൻ ഡയറക്ടറാണ്, ഞാൻ ഇതിലൊന്നും ഇടപെടില്ല എന്ന് വേണമെങ്കിൽ സാറിന് പറഞ്ഞ് നിൽക്കാം. പക്ഷെ സാർ എല്ലാ ദിവസവും ഗ്രൂമിങ് സമയത്ത് സാർ അവിടെ ഉണ്ടാവും, ഗ്രൂമിങ് സെഷനിലും ഉണ്ടാവും. ഞങ്ങളുടെ എല്ലാവരുടെയും പാട്ട് കേട്ട് അങ്ങനെ കറക്റ്റ് ചെയ്യാൻ നിൽക്കാറില്ല. പക്ഷെ എല്ലാവരുടെ പാട്ട് കേട്ട് അതിനനുസരിച്ച് എന്താണോ വേണ്ടത് ഗ്രൂമേഴ്സിന് പറഞ്ഞു കൊടുത്ത് അത് ജയിക്കാറുണ്ട്. എങ്ങനെയാണ് ഇമ്പ്രൂവ് ആക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ പാട്ട് ആർക്കൊക്കെയാണ് നന്നായിട്ട് ചേരുക, ഈ കാര്യങ്ങളൊക്കെ സാർ ഇടപെട്ട് ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല രീതിക്കാണ് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ സർഗോ സാറിന് ഡയറക്ഷൻ മാത്രം സത്യം പറഞ്ഞ് നോക്കിയാൽ മതി. പക്ഷെ ഇത്രയും ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുമ്പോഴാണ് അത് കുറച്ചും കൂടി ആ ഒരു ഇൻറ്റിമസിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ഒരു ഡയറക്ടർ എന്നുള്ള രീതിക്ക് ഉള്ളൊരു അപ്രോച്ച് അല്ലാതെ ഞങ്ങൾ കൂടെ ഉള്ള ഒരാളെന്നാണ് എപ്പോഴും ഞങ്ങൾ സാറ് കാണാറുള്ളത്. ഹൈ ടാലന്റഡ് ആണ് നിങ്ങളുടെ ഈ സീസണിൽ എല്ലാവരും. ആ ഒരു കോമ്പറ്റീഷൻ സ്പിരിറ്റ് ഉണ്ടെങ്കിലും നിങ്ങൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കാണാനും ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. കാരണം റിയാലിറ്റി ഷോയിലെ പാട്ടൊക്കെ ആ വഴിക്ക് ഇങ്ങനെ പോകുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഓരോ റീൽസും നിങ്ങൾ പാടിയിടുന്ന പാട്ടുകളൊക്കെ പലപ്പോഴും ഞാൻ കാണാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്, കമന്റ് ചെയ്യാറൊക്കെ ചെയ്യാറുണ്ട് അല്ലേ? നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ട് ഇത്ര ഫ്രണ്ട്സ് ആവുന്നത് നിങ്ങൾ ഓർത്തിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഒന്നാമത് ഇപ്പൊ കോമ്പറ്റീഷൻ എന്നുള്ള രീതിക്ക് പറയുകയാണെങ്കിൽ കോമ്പറ്റീഷന് പാടുന്ന ഒരു 5 മിനിറ്റ് മാത്രമേ നമ്മുടെ ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ഉണ്ടാവുള്ളൂ. ഉറപ്പായിട്ടും ഉണ്ടാവും പാടുന്ന സമയത്ത്. അത് ഞാനാണെങ്കിലും ആരാണെങ്കിലും പാടുന്ന ഒരു 5 മിനിറ്റ് ഇവനേക്കാൾ മുകളിൽ പാടണം എന്നുള്ള മൈൻഡ് എപ്പോഴും ഉണ്ടാവും. ആ ഒരു 5 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ വന്നിരുന്ന കഴിഞ്ഞു. കാരണം അത് കോമ്പറ്റീഷൻ അല്ലേ. എല്ലാം എൻഡ് ഓഫ് ദി ഡേ ഇതൊരു കോമ്പറ്റീഷനാണ്. കുറെ പേര് കുറഞ്ഞു ഒരാളിലേക്ക് എത്തുന്ന ഒരു കോമ്പറ്റീഷനാണ്. ആ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് എല്ലാവർക്കും ഉണ്ട്. പിന്നെ ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഷോ തുടങ്ങിയിട്ട് 1.5 വർഷത്തോളം ആവാറായി. 1 വർഷം കഴിഞ്ഞ് 1.5 വർഷം ആവാറായി. ഇത്രയും 1.5 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന റിയാലിറ്റി ഷോ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത്രയും ബോണ്ടാണ് ഞങ്ങൾ എല്ലാവരും തമ്മിൽ. ഒന്നാമത് നമ്മൾ ഗ്രൂമിംഗ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 1 വീക്ക് ഉണ്ടാവും. ആ ഒരു 1 വീക്ക് മൊത്തം നമ്മൾ ഒരുമിച്ചായിരിക്കും, എല്ലാവരും ഒരുമിച്ചായിരിക്കും. ഒറ്റ ഒരു ഹോട്ടലിലായിരിക്കും നമ്മുടെ ഗ്രൂമിങ്ങും റിഹേഴ്സലും എല്ലാം ആ ഹോട്ടലിൽ വെച്ചായിരിക്കും. നമ്മളെല്ലാവരും അവിടെ ഉണ്ടാവും. കാരണം സംസാരിച്ചുകൊണ്ടേയിരിക്കുക നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് ആ ഒരു ബോണ്ട് ഇങ്ങനെ കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുക, ആ ഒരു ബെൽറ്റ് ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴല്ലേ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് കുറച്ചും കൂടി ബലപ്പെടുക. അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഇത്രയും ഫ്രണ്ട്സ് ആവുമെന്ന് പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല.
കാരണം പല ജില്ലയിൽ നിന്ന് പല ടൈപ്പുള്ള ആളുകളാണ്. നമ്മളൊരു 32 പേരുടെ ആയിട്ട് തുടങ്ങിയൊരു ഷോ ആണ്. പിന്നെ ഒരു 16 പേരായി, ഇപ്പൊ നമ്മൾ 8 പേരായി. ഓരോരുത്തരും പോകുമ്പോൾ വിഷമമാണ്, കാരണം ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ബ്രേക്ക് ആവുക ചെയ്യുന്നത്. പോകുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇനിയുള്ളൊരു എലിമിനേഷനിൽ എനിക്ക് അറിയില്ല ആക്ച്വലി സർഗോ സാർ ആര് എലിമിനേറ്റ് ചെയ്യും, ആര് വിന്നറാകും. നമുക്ക് തന്നെ ടെൻഷനാവും മാർക്ക് കുറയുന്ന സമയത്ത്. എൻ്റെ അല്ല, വേറൊരാളുടെ മാർക്ക് കുറയുമ്പോൾ അയ്യോ അവൻ്റെ മാർക്ക് കുറഞ്ഞു പോയല്ലോ എന്ന് ആലോചിക്കും. പിന്നെ അതുപോലെ തന്നെ ഓരോരുത്തരും ഇങ്ങനെ എലിമിനേഷൻ വരുമ്പോഴാണ് കുറച്ച് ഒരു വിഷമം. കാരണം ആ ഒരു കോമ്പറ്റീഷൻ എന്നുള്ള രീതിയിൽ നിന്ന് അല്ലാതെ നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ച് ഡിസ്റ്റൻസിൽ വരുന്ന സമയത്ത് അത് വിട്ടുപോകുന്നുള്ളൊരു വിഷമമാണ്. ഒരു വിഷമം ഉണ്ടാവുന്നല്ലേ. ഇനിയിപ്പോൾ ഞാൻ എന്തായാലും ബെൽറൂനെ ഒരു ഫേവറേറ്റ്സ് റൗണ്ടിലേക്ക് ഞാൻ കൊണ്ടുപോവുകയാണ്. ഓക്കെ, പെട്ടെന്ന് എനിക്ക് ഉത്തരം തരണം. നിനക്ക് പാട്ട് പഠിക്കണ്ടേ? അത് പഠിക്കാം, ഇത് കഴിയുമ്പോൾ പാട്ട് പഠിക്കാം. ഓക്കെ, ഫേവറേറ്റ് റൊമാൻറ്റിക് സോങ്? റൊമാൻറ്റിക് സോങ് പക്ഷെ മറന്നിട്ടും എന്തിനായിരിക്കും. മറന്നിട്ടും എന്തിനാ. ഓക്കെ, ഫേവറേറ്റ് ക്ലാസിക്കൽ സോങ്? സുമുഹൂർത്തമായി. ഓക്കെ, ഫേവറേറ്റ് ശോകഗാനം? ശോകഗാനം കണ്ണീർ പൂവിൻ്റെ. വെരി ഗുഡ്. ഫേവറേറ്റ് ഫുഡ്? മന്തി. കുഴിമന്തി. അടുത്തത് ഫേവറേറ്റ് ആക്ടർ? ആക്ടർ മോഹൻലാൽ. ഓ, ലാലേട്ടൻ ഫാൻ ആണല്ലേ. ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ? ബിജി ബാസ്. ഫേവറേറ്റ് സിനിമ? വിക്രമാദിത്യൻ. ഫേവറേറ്റ് ഡെസ്റ്റിനേഷൻ? മൂകാംബിക. മൂകാംബിക അമ്പലത്തിൽ പോവാൻ. ഓക്കെ, കഴിഞ്ഞടാ, ഇത്രേ ഉള്ളൂ. ഇനി ലാലേട്ടൻ ഫാൻ ആണെന്ന് പറഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു പാട്ട് എനിക്ക് പാടിത്തരും, എന്നിട്ട് ഞാൻ പാട്ട് പഠിക്കാൻ വരാം. കവിളിണയിൽ കുങ്കുമമോ പരിഭവവർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വാ വാ എൻ്റെ ഗാഥേ നിന്റെ ചൊടിയിൽ മധുപകരൂ. എങ്ങനെ ധിം താങ്കിട തരികിടക്കിട ധിം താങ്കിട തരികിടക്കിട ധിം താങ്കിട തരികിടക്കിട തോ. അടിക്കാൻ ഞാനിവിടെ ഇരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഇനി വേണമെങ്കിൽ എന്നെ 2 പാട്ട് പഠിപ്പിച്ച്. 2 പാട്ടല്ല, 2 പഠിക്കാൻ തുടങ്ങിയത് പഠിച്ചില്ലല്ലോ. അത് ഞാൻ പഠിച്ചു. എടാ, നന്നായി പാടിയില്ലേ? 4 പേര് മതി. ഇനിയും പാട്ട് വേണോ? വേണോ, ആ ഒരു പാട്ട് മതി. കൂടുതൽ നന്നായി കഴിഞ്ഞാൽ എനിക്ക് കൂടി ഇനി ഇന്റർവ്യൂ എടുക്കാൻ പറ്റില്ല. അങ്ങനെയാ. ഓക്കെ, അപ്പൊ നമ്മൾ പാട്ട് പഠിക്കാം. പൂവിൻ പുതിയൊരു പൂമ്പാട്ടിൻ പൂമ്പൊടി തൂവാം നിൻ കാതിൽ പ്രണയമനോരഥമേറാമിന്നൊരു പല്ലവി പാടാം. തൊട്ടാൽ വാടിച്ചെണ്ടല്ല വെറുമൊരു മിണ്ട പെണ്ണല്ല, പാടില്ല പാടില്ല പാടാക്കനവിൻ പല്ലവി വേണ്ട. ചന്ദ്രികാലോലമാ പൊൻകിന പന്തലിൽ നിന്നിലേ കവിതയായി മാറി ഞാൻ തേനഞ്ചും നെഞ്ചിൽ അനുരാഗപ്പൂക്കാലം. ഓ പൂവേ പൂവേ പാലപ്പൂവേ മണമിത്തിരി കരളിൽ തായോ, മോഹത്തിൻ മകരന്തം ഞാൻ പകരം നൽകാം. വണ്ടേ വണ്ടേ വാർമുകിൽ വണ്ടേ പലവട്ടം പാടിയതല്ലേ, മണമെല്ലാം മധുരക്കനവായി മാറിപ്പോയി. വളരെ വിജയകരമായി പാട്ട് പഠിപ്പിച്ചു ഗായ്സ്. താങ്ക്സ്. സംഗീതം പഠിക്കണമെന്ന ആഗ്രഹമായി ഞാൻ കയറി ചെന്നത് ബൽറാം എന്ന സിംഹത്തിന്റെ. അയ്യോ, അപ്പം താങ്ക്സ് ഗുരു. ഗുരുദക്ഷിണയായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. അപ്പൊ എന്തായാലും നന്നായി പാട്, കപ്പടിക്കണം മോനെ. എന്നിട്ട് നമുക്കൊരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ആയിട്ട് തരണം. ഓക്കെ, അപ്പം ഇവന് ചായ മേടിച്ചു തന്നിട്ട് ഞാൻ പോട്ടെ. ഓക്കെ, ബൈ.